the ith term test. ith term test പറയുന്നത് if sigma I running from 1 to infinity ai converges, then limit I tending to infinity ai equal to 0. അതായത് ഒരു ഇൻഫിനിറ്റ് സീരീസ് തന്നിട്ടുണ്ട് സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to infinity ai. അപ്പൊ ഇതിന്റെ ടേംസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് a1 plus a2 plus etc. ith ടേം എന്ന് പറയുന്നത് ai plus etc. ഇത് കൺവേർജ് ആണെങ്കിൽ this converges implies the ith term, that is ai, tends to 0. അതായത് limit I tending to infinity ai equal to 0 means what? ai tends to 0. അപ്പോൾ ഒരു സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ ith ടേം 0 ആയിരിക്കും. ഇപ്പൊ ഇത് ഇവിടെ ith ടേം എന്ന് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് nth ടേം ചില ടെക്സ്റ്റിലൊക്കെ കാണാം, nth ടേം ടെസ്റ്റ് എന്ന് പറയുന്നത് കാണാം. അപ്പൊ അവിടെ സീരീസിനെ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ an ആയിരിക്കും, where n running from 1 to infinity. Then this converges implies the nth term, that is an tends to 0. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്, പേരിനെ ഒന്ന് മാറ്റി വിളിച്ചു എന്നേ ഉള്ളൂ, എന്നിന് പകരം ഐ തന്നിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ ith ടേം എവിടേക്ക് പോയേ പറ്റൂ? it should tend to 0. അപ്പൊ അതിന്റെ നെഗേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ai does not converges to 0 implies sigma I running from 1 to infinity ai diverges. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ ith ടേം 0 ആയേ പറ്റൂ, ith ടേം 0ലേക്ക് പോയേ പറ്റൂ. അതിന്റെ നെഗേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, p implies q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് എന്താ? not q implies, p implies q means not q implies not p. അപ്പോൾ ai does not converges to 0 means what? The given series diverges. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തു വെക്കുക. ഒരു ഇൻഫിനിറ്റ് സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ ith ടേം 0ലേക്ക് പോകും. ഇനി ai ടെൻസ് ടു 0 അല്ലെങ്കിൽ, അതായത് ai ഡസ് നോട്ട് കൺവേർജസ് ടു 0 ആണെങ്കിൽ ആ സീരീസ് എന്തായിരിക്കും? ആ സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കേസായിട്ട് നമുക്ക് എന്ത് പറയാം? ai 0ലേക്ക് പോയി, ai converges to 0, but this does not imply sigma an converges. സിഗ്മ an അല്ല ai. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്? സിഗ്മ ai കൺവേർജന്റ് ആണെങ്കിൽ ai 0ലേക്ക് പോയി, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. ai 0ലേക്ക് പോയിട്ടില്ലെങ്കിൽ സിഗ്മ ai ഡൈവേർജസ് ആണ്. ഇത് രണ്ടും നെഗേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഒന്നിന്റെ നെഗേഷൻ ആണ് മറ്റാൾ. ഇനി മൂന്നാമത്തെ ആള് പറഞ്ഞത് എന്താ? ai 0ലേക്ക് പോയത് കൊണ്ട് സീരീസ് കൺവേർജന്റ് ആവണം നിർബന്ധമില്ല. നമ്മുടെ കണ്ടീഷൻ 1 എന്ത് മാത്രമേ ഉള്ളൂ? സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ ai tends to 0. ഓക്കെ, സോ ദിസ് മീൻസ് വാട്ട്? ai tends to 0 മീൻസ് വാട്ട്? സീരീസ് കൺവേർജന്റ് ആവാം, ഇറ്റ് മേ ബി ഡൈവേർജന്റ്. ഓക്കെ, ഇത് നമുക്ക് എക്സാമ്പിൾസ് പറയുമ്പോൾ കൂടുതൽ ക്ലിയർ ആയിക്കോളും. അപ്പൊ ഇവിടെ ഇതിന്റെ ജസ്റ്റ് ലോജിക് എന്ന് പറയാം. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം si എടുത്തു. si എന്ന് പറയുന്നത് a1 പ്ലസ് എക്സെട്ര ai എന്ന് നമുക്കറിയാം, ആദ്യത്തെ i ടേംസുകളുടെ സമ്മ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ i-1 ടേംസ് എന്തായിരിക്കും? സമ്മ് si-1, ശരിയല്ലേ? a1 പ്ലസ് എക്സെട്ര ai-1. ഇതിനെ 1 വിളിച്ചു, ഇതിനെ 2 വിളിച്ചു. 1 മൈനസ് 2 ചെയ്ത് എന്ത് കിട്ടും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് si മൈനസ് si-1 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഇവിടെ a1 പ്ലസ് എക്സെട്ര ai ആണ്, ഇവിടെ a1 പ്ലസ് എക്സെട്ര ai-1 വരെയാണ്. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ai എന്ന് കിട്ടും. ഓക്കെ, നൗ ഇഫ് ദിസ് സീരീസ് കൺവേർജസ്, സിഗ്മ ai കൺവേർജസ് മീൻസ് വാട്ട്? ദിസ് കൺവേർജസ് മീൻസ് the sequence of partial sum si. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ n നെ മൊത്തം മാറ്റി si എന്നാണ്, i ടേം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. si converges to some number s, ശരിയല്ലേ? അപ്പൊ si converges to s എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് i tending to infinity si minus si-1 equal to limit i tending to infinity ai. That implies ലിമിറ്റ് i tending to infinity si എന്ന് പറഞ്ഞാൽ എന്താ? s ആണ്, സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിന്റെ സം ലിമിറ്റ്. അടുത്തത് ലിമിറ്റ് i tending to infinity si-1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? s തന്നെയാണ്, സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിന്റെ ലിമിറ്റ്. സോ ദിസ് ഈസ് s minus s. റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? ലിമിറ്റ്
I tending to infinity ai. So s minus s is 0. Okay, so 0 equal to this one. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയത്. അപ്പൊ ഇത്ര മാത്രം നിങ്ങൾ ആലോചിക്കുക. സീരീസ് കൺവേർജസ് മീൻസ് ith term tends to 0. ith term does not tends to 0 means series diverges, and ith term tends to 0 means we cannot say about the convergence. We need some other method to find it convergence. നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, സിഗ്മ I running from 1 to infinity I. ഇതാണ് ഒരു സീരീസ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ സീരീസ് നമുക്ക് എഴുതി നോക്കാം. ഈ സീരീസ് എഴുതി എന്താ വരിക? ഫസ്റ്റ് ടേം ഈസ് 1, അടുത്ത ആള് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര, ith ടേം എന്ന് പറയുന്നത് I പ്ലസ് എക്സെട്ര. ഓക്കെ, ഇതിന്റെ ith ടേം ഏതാ? ai. എന്താണ് ai എന്ന് പറയുന്നത്? I തന്നെയാണ്. വാട്ട് ഈസ് ലിമിറ്റ് I tending to infinity ai? That is limit I tending to infinity I. I ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ലിമിറ്റ് എന്തായി? I വാല്യൂ എന്തായി? ഇൻഫിനിറ്റി ആയി. So this means ai does not converges to 0, which implies what? This given series, that is sigma I running from 1 to infinity I, is divergent, or it diverges. Clear? Now we can check one more example. Sigma I running from 1 to infinity minus 1 raised to I plus 1. Minus 1 raised to I plus 1 എന്ന് പറയുമ്പോൾ ഇനി ഇങ്ങനെ സീരീസ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ai എന്ന് പറയുന്നത് അല്ലെ, ഇവിടെ വരുന്ന ആളാണ് ai എന്ന് പറയുന്നത് minus 1 raised to I plus 1 ആണ്. So as limit I tending to infinity, where does this ai goes? I plus 1. ഈ വാല്യൂ does not converge അല്ലെ, ഇറ്റ് ഡൈവേർജസ്. എന്തുകൊണ്ട് ഡൈവേർജ് ചെയ്യുന്നത്? ഇത് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഈവൻ ടേംസ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെ മാറി മാറി വരും. ഇപ്പോ ഐക്ക് 1 കൊടുത്താൽ എന്താ സംഭവിക്കുക? a1 എന്തായിരിക്കും? a1 എന്ന് പറയുമ്പോൾ -1 raised to 2, that is 1. a2 എന്തായിരിക്കും? -1 raised to 2 plus 1, that is -1. അപ്പൊ ഇത് 1 minus 1 1 minus 1 എന്ന് പറയുന്ന വാല്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് സീക്വൻസ് ai does not converge, or it means it diverges. അപ്പോൾ ഇത് ഡൈവേർജന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദിസ് ai does not converges to 0. അതിൽ ഡൈവേർജന്റ് സീക്വൻസ് ആണ്. അപ്പോൾ ഡൈവേർജന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ സീരീസ് സിഗ്മ I running from 1 to infinity -1 raised to I plus 1 diverges. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് എക്സാമ്പിളും നമ്മൾ കണ്ടത് ai 0ലേക്ക് കൺവേർജ് ചെയ്തിട്ടില്ലെങ്കിൽ ആ തന്നിരിക്കുന്ന സീരീസ് എന്തായിരിക്കും? ഡൈവേർജന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ith ടേം ടെസ്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണിത്. തന്നിരിക്കുന്ന സീരീസിന്റെ ai 0ലേക്ക് അല്ല പോണെങ്കിൽ ആ സീരീസ് ഡൈവേർജന്റ് ആണ്. പിന്നെ നമുക്ക് അവിടെ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ai 0ലേക്ക് പോയെങ്കിൽ പിന്നെ നമ്മളത് ചെക്ക് ചെയ്യണം. ആ സീരീസ് ഡൈവർജന്റ് ആണോ കൺവേർജന്റ് ആണോ നമുക്ക് ith ടേം ടെസ്റ്റ് പ്രകാരം പറയാൻ പറ്റില്ല. ഇനി നമ്മൾ ഇതിനു മുന്നേ ചെയ്ത ഏതെങ്കിലും ഒരു പ്രോബ്ലം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ സീരീസ് കൺവേർജന്റ് ആയിട്ടുള്ള ഒരു സീരീസിന്റെ എക്സാമ്പിൾ എടുക്കാം. മുന്നേ ചെയ്തൊരു പ്രോബ്ലം ആണ് 1 plus 1/2 plus 1/2 square plus etc. ഈ സീരീസ് കൺവേർജന്റ് ആണ്. ഇറ്റ് കൺവേർജസ് ആൻഡ് കൺവേർജസ് ടു ദി നമ്പർ 2. ഓക്കെ, ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഇത് 2ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ith ടേം വെറുതെ ഒന്ന് എടുത്ത് നോക്കാം. ith ടേം എന്ന് പറയുന്നത് എന്താണ്? ai will be 1/2 raised to I minus 1. അപ്പൊ ഐക്ക് 1 കൊടുത്താൽ 1/2 raised to 0, that is 1/1 കിട്ടും. ഐക്ക് 2 കൊടുത്താൽ 1/2 raised to 2 minus 1, that is 1/2 കിട്ടും, എക്സെട്ര. അപ്പൊ ഇതാണ് ai. അപ്പൊ aiയുടെ ലിമിറ്റ് എവിടേക്കാണ് പോണത്? ഡിനോമിനേറ്ററിലാണ് 2 കിടക്കുന്നത്, ശരിയല്ലേ? അപ്പൊ ഇത് ഇങ്ങനത്തെ ടേംസ് ആണ്. 1/2 1/2 സ്ക്വയർ 1/2 ക്യൂബ് 1/2 raised to 4 എക്സെട്ര ആണ്. ഇത് എവിടേക്കാണ് പോണത്? ഇറ്റ് കൺവേർജസ് ടു 0. അപ്പൊ ജസ്റ്റ് ഒന്ന് വെരിഫൈ ഇതാണ്. ഒരു സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ ith ടേം എവിടേക്ക് പോയേ പറ്റൂ? 0ലേക്ക് പോയേ പറ്റൂ. ഇനി നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അതിലെ ഫസ്റ്റ് വൺ,
ഫൈൻഡ് the sum of the series sigma I running from 0 to infinity 3 raised to I minus 2 raised to I by 6 raised to I. ഇങ്ങനെ ഒരു സീരീസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്യാം. സിഗ്മ I running from 0 to infinity, this can be written as 3 raised to I by 6 raised to I minus sigma I running from 0 to infinity 2 raised to I by 6 raised to I. ഇങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ എഴുതാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ ഐ റണ്ണിങ് ഫ്രം 0 to infinity 3/6 അല്ലേ, 3/6 all raised to I മൈനസ് സിഗ്മ ഐ റണ്ണിങ് ഫ്രം 0 to infinity 2/6 all raised to I. That is equal to sigma I running from 0 to infinity 3/6 എന്ന് പറഞ്ഞാൽ 1/2 raised to I minus sigma I running from 0 to infinity 2/6 എന്ന് പറഞ്ഞാൽ 1/3 raised to I. അപ്പോൾ ഈ രണ്ട് സീരീസുകളും ജോമെട്രിക് സീരീസ് ആണ്. ജോമെട്രിക് സീരീസിന്റെ ഫോം ഇതാണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എഴുതി നോക്കാം. ആദ്യത്തെ സീരീസ് എന്താണ്? സിഗ്മ I running from 0 to infinity 1/2 raised to I. ഫസ്റ്റ് ടേം എന്താ? ഐക്ക് 0 കൊടുത്താൽ യു വിൽ ഗെറ്റ് ദിസ് ആസ് 1 പ്ലസ് ഐക്ക് 1 കൊടുത്താൽ 1/2, ഐക്ക് 2 കൊടുത്താൽ 1/2 സ്ക്വയർ പ്ലസ് എക്സെട്ര. സോ ദിസ് ഈസ് എ ജോമെട്രിക് സീരീസ് ഓഫ് ദി ഫോം A പ്ലസ് AR പ്ലസ് AR സ്ക്വയർ പ്ലസ് എക്സെട്ര where A equal to 1. First term is 1 and ratio is 1/2. Similarly, പിന്നെ ഇതിനെ പറ്റിയിട്ട് രണ്ടാമത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. Similarly, this is a geometric series with A equal to 1 and R equal to 1/3. അപ്പൊ രണ്ട് കേസിലും R-ന്റെ വാല്യൂ അല്ലെങ്കിൽ മോഡ് R-ന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. So both the series converges and converges to the number. ആദ്യത്തെ സീരീസ് കൺവേർജ് ചെയ്യണ നമ്പർ എന്തായിരിക്കും? A/1 അല്ലെ. രണ്ട് സീരീസ് എവിടേക്ക് കൺവേർജ് ചെയ്യുക? A/1 മൈനസ് ആറിലേക്കാണ് കൺവേർജ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ സീരീസിന്റെ A എന്ന് പറയുന്നത് 1/1 മൈനസ് ആർ, ദാറ്റ് ഈസ് 1/2 മൈനസ് ഇതിലാട്ടോ, ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇക്വേഷൻ 1ന്റെ കണ്ടിന്യൂഷൻ, മൈനസ് അടുത്ത സീരീസ് ദാറ്റ് ഈസ് 1/1 മൈനസ് ആർ, ആർ എന്ന് പറയുന്നത് 1/3 ആണ്. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 1/1/2 മൈനസ് 1/2/3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2 മൈനസ് 3/2. എത്ര വാല്യൂ വരിക? 2 മൈനസ് 3/2 ഈസ് 4 മൈനസ് 3, ദാറ്റ് ഈസ് 1/2. So the given series converges to 1/2, or we can write the sum of the series as 1/2. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. Show that the series sigma I running from 1 to infinity 1/I, that is equal to 1 കൊടുത്തെന്താ വരിക? 1/1, that is 1 plus അടുത്ത ആള് 1/2 plus 1/3 plus 1/4 plus etc. അടുത്ത ടേം എന്തായിരിക്കും? 1/I plus etc. diverges. ഇത് ഡൈവേർജന്റ് എന്നാണ് കാണിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടുത്തെ nth ടേം അല്ലെങ്കിൽ ith ടേം എന്താണ്? AI എന്ന് പറയുന്നത് എന്താ? 1/I ആണ്. ബട്ട് ദിസ് ടെൻസ് ടു 0 അല്ലെ. AI ടെൻസ് ടു 0 ആസ് I ടെൻഡിങ് ടു ഇൻഫിനിറ്റി, ശരിയല്ലേ? ലിമിറ്റ് I ടെൻഡിങ് ടു ഇൻഫിനിറ്റി AI, that is 1/I. I ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/∞ ഫോം വരും. സോ ദിസ് ഈസ് 0. അപ്പോൾ AI 0ലേക്കാണ് പോകുന്നത്, പക്ഷെ സീരീസ് എന്താണ്? ഡൈവേർജന്റ് ആണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. AI 0ലേക്ക് പോയത് കൊണ്ട് സീരീസ് കൺവേർജന്റ് ആവണമെന്നില്ല. ഇറ്റ് മേ ബി ഡൈവേർജന്റ്. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സീരീസിന് ഒരു പേരുണ്ട്, ഹാർമോണിക് സീരീസ് എന്നാണ് ഈ സീരീസിനെ വിളിക്കുന്നത്. ഹാർമോണിക് സീരീസ്. അപ്പൊ എക്സാമിന് ചോദിക്കാം, പ്രൂവ് ദാറ്റ് ദ ഹാർമോണിക് സീരീസ് ഡൈവേർജസ്, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ ഇവിടെ ith ടേം 0ലേക്ക് പോയോണ്ട് ഇയാൾ കൺവേർജന്റ് ആണെന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിനെ വേറെ ഏതെങ്കിലും മെത്തേഡിൽ ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ സീരീസിന്റെ ടേംസിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം 1/2 ആണ്, അടുത്ത രണ്ട് ടേമിന് ഞാൻ ക്ലബ് ചെയ്യാണ്, ദാറ്റ് ഈസ് 1/3 പ്ലസ് 1/4.
നമുക്കറിയാം ഇപ്പൊ 2 + 3 + 4 എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും എന്ത് 2 + 3 + 4. അങ്ങനെ ക്ലബ് ചെയ്താലും സമ്മിന് മാറ്റൊന്നുമില്ല അല്ലേ. അപ്പൊ ഇതിനെ ഇങ്ങനെ എഴുതി. ഇനി അടുത്ത 4 ടേംസിനാണ് ക്ലബ് ചെയ്യണത്. ദാറ്റ് ഈസ് 1/5 + 1/6 + 1/7 + 1/8 പ്ലസ് അടുത്ത എത്ര ടേമിനായിരിക്കും ക്ലബ് ചെയ്യുക? ആദ്യം ഇവിടെ 2 ടേംസിനെയാണ് ക്ലബ് ചെയ്തത്. ഇവിടെ അതെത്രയായി? 2² ആയി. അപ്പൊ ഇനി ഇവിടെ എത്രയായിരിക്കും? 2⁻3. ദാറ്റ് ഈസ് 8 ടേംസിനായിരിക്കും ക്ലബ് ചെയ്യുക. 1/9 1/10 പ്ലസ് എക്സെട്ര. മൊത്തം എഴുതിയാൽ ഇപ്പോഴൊന്നും തീരില്ല. അപ്പൊ നമുക്ക് ലാസ്റ്റ് ടേം എഴുതുന്നത് ദാറ്റ് ഈസ് 1/16 പ്ലസ് എക്സെട്ര. പ്ലസ് എക്സെട്ര അല്ല ശരിക്കും പ്ലസ് അടുത്തത് നമ്മൾ എത്ര ടേംസിനെ ക്ലബ് ചെയ്യും? ഇവിടെ 2 അല്ലെങ്കിൽ 2⁻1 ടേംസ് ക്ലബ് ചെയ്തു. അടുത്ത 2² ടേംസിനെ എടുത്തു. അടുത്ത 2⁻3 എടുത്തു. ഇവിടെ 2⁻4 എടുത്തു. പ്ലസ് അടുത്ത് 2⁻5 എടുക്കും പ്ലസ് എക്സെട്ര. അപ്പൊ എന്തിനാ അപ്പൊ ഇങ്ങനെ എടുത്തത്? ഇങ്ങനെ ക്ലബ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? നമുക്ക് ഈ സീരീസ് കൺവേർജന്റ് അല്ല എന്നാ കാണിക്കേണ്ടത്. അതായത് ഇത് ഡൈവേർജന്റ് എന്നാ കാണിക്കേണ്ടത്. അപ്പൊ ഇത് ഈക്വൽ ടു ഒരു എസ് എന്ന് കിട്ടാൻ പാടില്ല. ശരിയല്ലേ? അത് ഈക്വൽ ടു എസ് എന്ന് കിട്ടിയ എന്തായി? ആ സീരീസ് കൺവേർജന്റ് ആയി. ആൻഡ് ദ സം ഓഫ് ദ സീരീസ് ഈസ് എസ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബ്രാക്കറ്റിലുള്ള ടേംസിന്റെ സമ്മ് അതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ബ്രാക്കറ്റിലുള്ള ടേംസിന്റെ സമ്മ് എന്താ ശരിക്കും വരിക? ഇത് 1/3 + 1/4 ആണ്. 1/3 + 1/4 ഈസ് ഗ്രേറ്റർ ദാൻ 1/4 + 1/4 ആണോ? എന്തുകൊണ്ടാ? 1/3 ഗ്രേറ്റർ ദാൻ 1/4 ആണ്. ശരിയല്ലേ? 3 < 4 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ 1/3 ഗ്രേറ്റർ ദാൻ 1/4 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. രണ്ട് സൈഡ് ഒരു 1/4 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ ഒരു 1/4 ആഡ് ചെയ്തു. ഇവിടെ ഒരു 1/4 ആഡ് ചെയ്തു. അതായത് 1/3 + 1/4 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/4 + 1/4. അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. പക്ഷെ 1/4 + 1/4 ആരാ? ഇത് 2/4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 1/2. ശരിയല്ലേ? അപ്പൊ ഈ ഒരു ടേം എന്ന് പറയുന്നത്, ഈ ബ്രാക്കറ്റിലുള്ള ടേം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/2 ആണ്. ഇനി ഇത് നോക്കാം. ഇതിന്റെ അവസ്ഥ എന്താ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/5 + 1/6 + 1/7 + 1/8 ഈസ് ഗ്രേറ്റർ ദാൻ, ഇങ്ങനെ എഴുതട്ടെ, 5 < 8 ആണ്. അപ്പൊ 1/5 ഗ്രേറ്റർ ദാൻ 1/8 ആണ്. 6 < 8 ആണ്. അപ്പൊ 1/6ഉം ഗ്രേറ്റർ ദാൻ 1/8 ആണ്. സിമിലർലി 7ഉം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1/5 ഗ്രേറ്റർ ദാൻ 1/8 ആയിരുന്നു. സോ ദിസ് ഈസ് 1/8 പ്ലസ് 1/6ഉം ഗ്രേറ്റർ ദാൻ 1/8 ആയിരുന്നു. സോ പ്ലസ് 1/8. അടുത്ത ആൾക്ക് അതന്നെ അവസ്ഥ, പ്ലസ് 1/8. ക്ലിയർ? അപ്പൊ ഇതെന്ന് എന്ത് കിട്ടും? ഇതെന്ന് പറയുന്നത് 4/8 ആണ്. 4/8 എന്ന് പറയുന്നത് എന്താ? അതും 1/2 ആണ്. സോ ഈ ബ്രാക്കറ്റിലെ ഈ 4 ടേമും ആരേക്കാ വലുതാണ്? 1/2. സിമിലർലി ഈ ബ്രാക്കറ്റിലെ 8 ടേമും ആരേക്കാ വലുതായിരിക്കും? 1/2നേക്കാ വലുതായിരിക്കും. അടുത്ത ബ്രാക്കറ്റിലെ ടേമും അങ്ങനെ തന്നെ. അപ്പൊ അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം വേണമെങ്കിൽ. അപ്പൊ നമുക്ക് ഇനി SN എടുത്ത് നോക്കാം. SN എന്ന് പറയുന്നത് എന്താ? ഇവിടെ നമുക്ക് SN എങ്ങനത്തെ ആളെടുക്കാം? N-നെ 2⁻k ഫോമിലുള്ള ആളെടുക്കാം. നമുക്കത് ക്ലബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ SN എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടി എഴുതാം. XN is 1 + 1/2 + 1/3 + 1/4. നേരത്തെ എഴുതിയാ തന്നെ. പ്ലസ് അടുത്തത് 1/5 + 1/6 + 1/7 + 1/8 പ്ലസ് എക്സെട്ര. N 2⁻k ഫോമിൽ എടുത്തിരിക്കണം. എന്നാലേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. 1/2⁻k - 1 + 1 പ്ലസ് എക്സെട്ര 1/2⁻k. ഇങ്ങനെ ആയിരിക്കും ജനറൽ ഫോം വരിക. N 2⁻k ആവുമ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് നോക്കാം. Kക്ക് 1 കൊടുത്താൽ എന്താ സംഭവിക്കുക? Kക്ക് 1 കൊടുത്താൽ N എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ 2 എന്ന് പറയുമ്പോൾ ഈ 2 ടേംസ് വരുന്നു. അടുത്ത Kക്ക് 3 കൊടുത്താൽ എന്താ കിട്ടുക? N അപ്പോ Kക്ക് when k = 3 N will be 2⁻3. that is 8 terms. 8 terms എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇത്രയും ടേംസ് വരും അല്ലെ? ഇതാണ് ആദ്യത്തെ 8 ടേംസ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഈ നമ്പർ ആരാ? 1/5 എന്ന് പറയുന്നത് ഈ ഫോമിലുള്ള ആളല്ലേ? 1/2⁻3 - 1 + 1 പ്ലസ് എക്സെട്ര ലാസ്റ്റ് 1/8 എന്ന് പറയുന്ന ടേം 1/2⁻3. ശരിയല്ലേ? 1/2⁻3 - 1 എന്ന് പറയുമ്പോൾ എന്താ വരിക? 1/2⁻2 that is 4 + 1. 1/5 മുതൽ എക്സെട്ര 1/8 വരെ അല്ലെ? അതാണ് ജനറൽ ടേം. അപ്പൊ N-നെ നമ്മൾ 2⁻k മൾട്ടിപ്ലൈ ആയിട്ടാണ് എടുത്തത്.
അപ്പൊ എസ് എന്നിന്റെ അവസ്ഥ എന്താ? എസ് എൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ടേം 1 ആണ് അല്ലെ, ബാക്കി എല്ലാ ടേമും 1/2 ആദ്യത്തെ രണ്ട് ടേം കുഴപ്പമില്ല, ആദ്യത്തെ ടേം 1 1+1/2 കുഴപ്പമില്ല, ഇത് ഗ്രേറ്റർ ദാൻ 1/2 ആണ്. അടുത്ത ആളും ഗ്രേറ്റർ അല്ലെ, ഇത് ഗ്രേറ്റർ ദാൻ 1/2 ആണ്, ഇത് ഗ്രേറ്റർ ദാൻ 1/2 ആണ്, എക്സെട്ര ഇതും ഗ്രേറ്റർ ദാൻ 1/2 ആണ്. സോ ദിസ് ഈസ് Sn greater than 1 plus 1/2 plus 1/2 plus etc 1/2. അങ്ങനത്തെ എത്ര ടേംസ് ഉണ്ടായിരിക്കും? അങ്ങനത്തെ k ടേംസ് ഉണ്ടായിരിക്കും. There will be k such terms. So this is equal to, right hand side is equal to 1 plus k/2. So that means what? Your Sn is greater than 1 plus k/2. എപ്പോ? when n equal to 2 raised to k ആവുമ്പോൾ. So what happens when n becomes large or as n tends to infinity? n tends to infinity ആവുമ്പോൾ this Sn is getting bigger and bigger. കാരണം n ഇപ്പോൾ ഞാൻ k ക്ക് ഒരു 10 കൊടുക്കുകയാണ്. So this is 2 raised to 10. അപ്പൊ n 2 raised to 10 ആവുമ്പോൾ ഈ സം എന്തായിരിക്കും? റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞത് 1/k ക്ക് 10 ആ കൊടുത്ത് 1/10 + 2. അപ്പൊ ആ സം എന്ന് പറയുന്നത് 1 + 5, അതായത് 6-നേക്കാൾ വലുതായിരിക്കും. ഇനി ഇതേപോലെ n-ന് വേണമെങ്കിൽ 1000 കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? സോറി, n-ന് 1000 അല്ല, ഇതേപോലെ k ക്ക് 1000 കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് n equal to 2 raised to 1000 കൊടുക്കുന്ന സമയത്ത് ഈ സം എന്ന് പറയുന്നത് 1 + 1000/2-നേക്കാട്ടിലും വലുതായിരിക്കും. Sn is greater than this one. That means as n becoming larger and larger, Sn also becomes larger. That means Sn cannot converge to a number s, or we say that Sn diverges. Sn diverges means what? Sequence of partial sum diverges. Hence the corresponding series, that is the harmonic series, also diverges.